ഈ കേരളം കണ്ട ഏറ്റവും വലിയ തീവട്ടിക്കൊള്ള കേസിൽ പ്രതിയായി മാറിയിരിക്കുകയാണ്. 3 ജില്ലാ സെക്രട്ടറിമാർ, അവർ 2 പേർ, ഒരാൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മറ്റൊരാൾ സംസ്ഥാന സമിതി അംഗമാണ്. ഇവരൊക്കെ നേരത്തെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. 3 ജില്ലാ സെക്രട്ടറിമാർ, 2 ലോക്കൽ സെക്രട്ടറിമാർ, അതുപോലൊരു കൗൺസിലർ. ഇവരെല്ലാം തന്നെ 300 കോടിയിലധികം വരുന്ന തട്ടിപ്പ് കേസിൽ മുഖ്യ പ്രതികളായിട്ട് മാറിയിരിക്കുന്നു. മാത്രമല്ല, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ED കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. അന്വേഷണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന്, അതേപോലെ CPMൻ്റെ സമുന്നതരായ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് സംശയാതീതമായിട്ട് അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലൊരു കാര്യം ഈ സൂചിപ്പിക്കാനുള്ളത്, ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് അത് CPMൻ്റെ കേരള മോഡലാണ്. CPM എപ്പോഴും കേരള മോഡലിനെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ തീവട്ടിക്കൊള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള മോഡലാണ്. ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായി നഗ്നരായിരിക്കുന്നു. CPM ഒന്നും മറക്കാനോ മറച്ചു വെക്കാനോ ഇല്ലാത്ത രീതിയിൽ അവരുടെ തനി രൂപം, അവരുടെ അഴിമതിയുടെ രൂപം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് എന്നുള്ളത് സംഘടിതവും ശാസ്ത്രീയവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പാണ്. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് എന്നുള്ളത് അതൊരു സംഘടിതമായ സാമ്പത്തിക കുറ്റമാണ്. അത് ശാസ്ത്രീയവും ആസൂത്രിതമായൊരു സാമ്പത്തിക കുറ്റമാണ്. സംഘടിത കുറ്റകൃത്യത്തിൻ്റെ കേന്ദ്രമായി CPM അധപ്പതിച്ചിരിക്കുകയാണ്. സാധാരണ ഇവിടെ പ്രധാനപ്പെട്ട ഇവരുടെ പേരിലുള്ള കുറ്റപത്രത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ്. മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രവർത്തനമാണ്. CPM നേതാക്കന്മാർ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രവർത്തനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ ഭരണകക്ഷി, സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി പ്രതിയാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ്. സാധാരണ നേതാക്കന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അഴിമതി കാണിക്കാറുണ്ട്. അതേപോലെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ അഴിമതി കാണിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അവരെ പാർട്ടി സസ്പെൻഡ് ചെയ്യാറുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാറുണ്ട്. ഇവിടെ പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല, പാർട്ടി തന്നെ അഴിമതി നടത്തിയിരിക്കുകയാണ്. അത് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, സംഘടിതവും ശാസ്ത്രീയവും ആസൂത്രിതമായ സാമ്പത്തിക തട്ടിപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി കരുവന്നൂർ ബാങ്കിൽ നടത്തിയത് എന്നുള്ളത് ഞങ്ങളുടെ വെറും ആരോപണമല്ല. മറിച്ച് അവിടെ അനധികൃത വായ്പ സംഘടിപ്പിക്കുന്നു. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ ഇടപെടുന്നു. മാർക്സിസ്റ്റ് പാർട്ടി സമുന്നതര നേതാക്കൾ ഇടപെടുന്നു. അനധികൃത വായ്പ സംഘടിപ്പിക്കുക മാത്രമല്ല, അതിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും നേതാക്കന്മാരും കമ്മീഷൻ കൈപ്പറ്റുന്നു. ഈ കൈപ്പറ്റിയ കമ്മീഷൻ പാർട്ടിയുടെ 5ഓളം വരുന്ന സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇതെല്ലാം കൈയോടെ പിടിച്ചിരിക്കുകയാണ്. ബാങ്കിൻ്റെ മുൻ മാനേജർ, ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി, ഇവർ കോടതിയിൽ നൽകിയിട്ടുള്ള മൊഴിയിലാണ് ഞങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ഞങ്ങളെ വിളിച്ച് വായ്പ നൽകണം, അനധികൃതമായ വായ്പ നൽകണമെന്ന് നിർബന്ധിക്കുന്നത്. ബാങ്ക് സെക്രട്ടറി മൊഴി നൽകിയിരിക്കുക, കോടതിയിലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മുൻ മാനേജർ പറഞ്ഞിരിക്കുന്നു,
മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അനധികൃത വായ്പ നൽകാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അവർ കൂട്ടിച്ചേർത്തു, ഈ അനധികൃത വായ്പ നൽകുന്നതിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും നേതാക്കന്മാരും കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ട്, അവർ രഹസ്യ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നുണ്ട് എന്ന് അവർ മൊഴി നൽകിയിരിക്കുകയാണ്. ഈ പണമെല്ലാം ED അന്വേഷണ ഏജൻസി ബാങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ് ഈ അക്കൗണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്. അവർ എത്ര ലക്ഷം രൂപയാണ്, എത്ര തുകയാണ് ഈ അക്കൗണ്ടിലേക്ക് കൈമാറ്റപ്പെട്ടിട്ടുള്ളത്, അതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ പറയാനുള്ളത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടി ആദ്യമായി നടത്തുന്ന ഒരു തീവട്ടിക്കൊള്ളയല്ല ഇത്. ഇവർ കാലാകാലമായിട്ട് സഹകരണ ബാങ്കിൻ്റെ വിശ്വാസ്യതയുടെ മറവിൽ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും കർഷകൻ്റെയും തൊഴിലാളികളുടെയും അധ്വാനത്തിൻ്റെ ഭാഗമായുള്ള ചില്ലിക്കാശാണ് ഈ പാർട്ടി കവർന്നെടുത്തിട്ടുള്ളത്. ഇതൊരു സാധാരണ സംഭവമല്ല. കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യതയുടെ മറവിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, പ്രാദേശിക നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ കവർന്നെടുത്തിട്ടുള്ളത്. ഇത് എത്രയോ കാലമായി നടക്കുന്നതാണ്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ ഏറിയതിനു ശേഷം ഈ സഹകരണ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പ് അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കരുവണ്ണൂർ ബാങ്കിലെ തട്ടിപ്പ് ഒരു 1.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ നടന്നതാണ്. 2011 മുതൽ 2025 വരെയാണ് ഈ ആഗോള തട്ടിപ്പിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് 1996 മുതൽ കോട്ടയം ജില്ലയിൽ ഇത്തരമൊരു തട്ടിപ്പ് ആദ്യമായിട്ട് നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പിൽ ആ ബാങ്ക് ഇളകുളം സഹകരണ ബാങ്കാണ്. 1996 അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് ഇന്നത്തെ സംസ്ഥാന മന്ത്രി ശ്രീ വാസവനാണ്. അപ്പോൾ ഇന്നലെ ആരംഭിച്ചതല്ല. ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി വന്നു, അന്വേഷണം നടത്താൻ തയ്യാറായി. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയും പാർട്ടിയെയും കൈയോടെ പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏതായാലും സാധാരണ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും ജനപ്രതിനിധികളൊക്കെ തട്ടിപ്പ് നടത്തിയാൽ, അഴിമതി നടത്തിയാൽ, ഇതുപോലെ തീവട്ടിക്കൊള്ള നടത്തിയാൽ പാർട്ടി അവരെ പുറത്താക്കും. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ പാർട്ടിയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഏതായാലും 2025 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ പാർട്ടിയെ CPM-നെ പുറത്താക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ്, ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കരുവണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പദയാത്ര നടത്തിയപ്പോൾ അത് പറഞ്ഞു, ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. പക്ഷേ പൊളിറ്റിക്കൽ സ്റ്റണ്ടല്ല. അന്വേഷണം മുന്നോട്ട് പോയി, എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ നേതാക്കന്മാരും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മുഴുവൻ പ്രതികളെയും, അത് CPM-ന് എത്ര ഉന്നതരായ നേതാക്കളായാലും ശരി, എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ രംഗത്തുണ്ടാകും. ജനങ്ങൾക്ക് പൂർണ്ണമായും BJP-യെ വിശ്വസിക്കാൻ സാധിക്കും. പിന്നെ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞത്, ഈ അന്വേഷണം, ഈ അന്വേഷണം നടത്തിയത്, കുറ്റപത്രം സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ്, CPM-നെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ്
ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPM നേതാക്കളുടെ ആരോപണം ശുദ്ധ അസംബന്ധമാണ്. കാരണം ഈ വായ്പാ തട്ടിപ്പ് ആദ്യം കണ്ടെത്തിയത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ല. ആദ്യത്തെ പരാതി ആദ്യം വന്ന് 2016-17 കാലഘട്ടത്തിൽ വായ്പ എടുക്കാത്ത ആളുകൾക്ക് പണം തിരിച്ചടക്കണം, ലോണ് തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ഈ പ്രശ്നം പുറത്തു വന്നത്. അപ്പോൾ ലോൺ എടുക്കാത്ത ആളുകൾക്ക് നോട്ടീസ് വന്നു, നിങ്ങൾ എടുത്ത വായ്പ തിരിച്ചു കൊടുക്കണം. അതിനുശേഷം 2018 ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീകല പോലീസിൽ പരാതി കൊടുത്തു. ഞങ്ങളെ ബാങ്കിൽ ഏതാണ്ട് 100 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്, ബാങ്കിൻ്റെ ഡയറക്ടർമാർ, ഭരണസമിതി ഡയറക്ടർമാർ അനധികൃതമായി വായ്പ എടുത്തിട്ടുണ്ട്, ഇതുവരെ 100 കോടി രൂപയുടെ നഷ്ടം ബാങ്കിന് സംഭവിച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ സെക്രട്ടറി പോലീസിന് പരാതി നൽകിയത്. ഇത് ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ ഈ ബാങ്കിൻ്റെ സെക്രട്ടറി പോലീസിന് പരാതി നൽകിയത്? CPM നേതൃത്വം വ്യക്തമാക്കണം. അതിനുശേഷം സഹകരണ ബാങ്ക്, ഈ മന്ത്രാലയം, സഹകരണ വകുപ്പ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണവും സഹകരണ ബാങ്ക്, സഹകരണ ഉദ്യോഗസ്ഥന്മാർ, സഹകരണ വകുപ്പ് ഈ കരുവന്നൂർ വായ്പാ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാ അന്വേഷണവും അവർ കണ്ടെത്തിയത് ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ചോദിക്കട്ടെ, സഹകരണ വകുപ്പിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലാണ് ഇത് 100 കോടിയല്ല, അതിനപ്പുറത്ത് 200 കോടിയിലധികം തുകയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സഹകരണ ബാങ്കിൻ ഈ സഹകരണ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഗോവിന്ദൻ മാഷ് പറയണം. ഇതിനെല്ലാം ശേഷമാണ് വീണ്ടും അവിടുത്തെ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീകല പോലീസിൽ വീണ്ടും പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 16 FIRകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിനുശേഷമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ഇപ്പം സംസ്ഥാനത്തെ പോലീസ്, സഹകരണ വകുപ്പ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് നിസ്സംശയം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞെന്താ, നേരത്തെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ AC മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, സമ്മതിച്ചിരിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നിങ്ങൾ വായിച്ചിരിക്കും. ഈ കേസിലെ മറ്റൊരു പ്രതിയായ മുൻ മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ MP പറഞ്ഞിട്ടുള്ളത്, അതെ ഞാൻ വായ്പ നൽകണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലക്കാണ്. അപ്പോൾ ഇതിലെല്ലാ ആരോപണങ്ങളും പ്രതികൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഈ ആരോപണത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന CPM ഈ കുംഭകോണം നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെന്താ ഇവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്? അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള മോഡൽ. എങ്ങനെ സംഘടിതമായി, ശാസ്ത്രീയമായി, ആസൂത്രിതമായി പാവപ്പെട്ടവൻ്റെ ചില്ലിക്കാശ് പാർട്ടി ഫണ്ടിലേക്കും നേതാക്കന്മാരുടെ കീശയിലേക്കും വളരെ ആസൂത്രിതമായിട്ട് കീശയിലേക്ക് മാറ്റാം എന്നുള്ളത്, അശാസ്ത്രീയമായി കീശയിലേക്ക് മാറ്റാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തട്ടിപ്പ്. ഇതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായിട്ട് പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനുള്ള പ്രചരണം ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്.